ഏപ്രിൽ 9-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്. മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണുന്നത്. വടകരയിൽ ആര് ജയിക്കും? UDF ജയിക്കും. കാരണം ഈ 5 വർഷം MLA എന്ന് പറഞ്ഞത് ഈ വടകരയിൽ അറിഞ്ഞത് ആദ്യമായിട്ടാണ്. KK രാമൻ എന്ന സമയത്താണ്. ഇതുവരെ ഒരു MLA ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല. എല്ലാ പ്രശ്നങ്ങളും കൂടിയെത്തുന്ന MLA ആണ്. KK രാമൻ വിജയിക്കണം. വടകരയിൽ ആര് ജയിക്കും? രമ. എന്താ കാരണം? എന്താന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിയാണ്. രമ വേറെ ആര്? എന്താ കാരണം? രമ നല്ല വികസനമുള്ള ആൾക്കാരല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രമ. രമ എന്താ ചെയ്യും? MLA ആരാ? KK രമ. UDF സ്ഥാനാർത്ഥി തന്നെ ചെയ്യും. എന്താ കാരണം? കാരണം ജനകീയ MLA ആണ്. നമ്മുടെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും മുമ്പ് ഇവിടെ ഒരുപാട് ആളുകൾ MLA ആയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. രമ ജയിക്കും. എന്താ കാരണം? അന്ന് നമുക്ക് വേണ്ടപ്പെട്ട് സ്ഥാനാർത്ഥിയാന്ന് പറയാറ്റ് ഇതുവരെ ഒരു കുഴപ്പമില്ല. വികസനം കാര്യങ്ങളിലും ആവശ്യത്തിനുണ്ട്. വടകരയിൽ ആര് ജയിക്കും? കാരണം എന്താ? അതോടൊപ്പം വികസനം കാഴ്ചവെച്ചേക്ക് രമ ജയിക്കും. കാരണം മുന്നേ ജയിച്ച പാർട്ടി അതല്ല രമ. വടകരയിൽ ആര് ജയിക്കും? അത് എന്തെല്ലാം പറയാലോ രമ ജയിക്കും എന്നുള്ളത്. രമ. എന്താണ് കാരണം? നിയമസഭയിൽ ഇവിടെ ചെയ്ത സേവനം തന്നെ. വടകര MLA എന്ന രീതിയിൽ ഒരു MLAക്ക് വടകര പരിചയപ്പെടുത്തിയ ഒരു ജനകീയ MLA ആണ് രമ. വടകര KK രമ ജയിക്കും. കാരണം KK രമ നല്ല വികസനം ചെയ്ത വടകര. സാധാരണഗതിയിൽ വടകര, അതായത് LDF ആളുകൾ ജയിച്ചാല് വടകര MLA ഉണ്ടെന്ന് പോലും അറിയില്ല. അതേസമയം KK രമ വന്നതിന് ശേഷം വടകര MLA ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്തിനേറെ നമ്മുടെ തായങ്കാടി ഭാഗത്തൊക്കെ കടൽഭിത്തിന്റെ വിഷയങ്ങൾ ഒരുപാട് വർഷങ്ങളോളായി. ഏതാണ്ട് 18 കോടി രൂപ ചെലവാക്കിയിട്ട് കുരിയാടി മുതൽ ഐത്തല വരെ കടൽഭിത്തി കിട്ടിയില്ലേ? ഇനെന്താ വേണ്ടേ? വടകരയിൽ നിശ്ചയമായിട്ടും KK രമ ജയിക്കും. കാരണം നല്ല ഭൂരിപക്ഷത്തിൽ. KK രമ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുത്തതിന് ശേഷമാണ് വടകരയിൽ ഒരു MLA ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായത്. വടകരയിൽ ആര് ജയിക്കും? രമ. കാരണം കഴിഞ്ഞ 5 വർഷം നല്ല വികസനവും നല്ല ഇതുവരെ ഒരുപാട് MLA വടകര മണ്ഡലത്തിൽ വന്നിക്ക്. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു MLA ജീവിതത്തിൽ കണ്ടിക്കില്ല. രമ ജയിക്കും. കാരണം രമ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വടകരയിൽ നമ്മുടെ KK രമ അല്ലാണ്ട് വേറെ അറിയിക്കാം. വടകരയിൽ ആര് ജയിക്കും? വടകരയിൽ ഇപ്പൊ ഞാൻ എന്താ പറയും, ഇപ്പോൾ ഇവിടെയുള്ള നിലവിലുള്ള സാഹചര്യം കണ്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഇവിടെയുള്ള സാഹചര്യം എന്റെ ഒരു നിരീക്ഷണം കൊണ്ട് പറയാം, വേറൊരു ഓപ്ഷൻ ഇല്ല, രമ തന്നെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. രമക്കാണ് ഒരു ഓപ്ഷൻ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നു. പിന്നെ ബാക്കിയുള്ള ജനങ്ങളുടെ കയ്യിലാണ് ഇവിടെ പറയട്ടെ. ഓക്കെ, രമ. വടകരയിൽ ആര് ജയിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.